ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ആത്മീയ കൂട്ടായ്മകൾ ഒരു സഭയിലോ ഒരുമിച്ചോ നമുക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആധുനിക ടെക്നോളജിയുടെ കൂട്ടുപിടിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസ കുടുംബങ്ങളെ ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മ നടത്തുവാൻ സഹായിക്കുന്ന ഒരു ആപ്പിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ സഹായിക്കുന്നത്. സൂം ക്ലൗഡ് മീറ്റിംഗ്സ് എന്നുള്ളൊരു ആപ്പ്. ഇത് ആൻഡ്രോയിഡിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ചെന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സൂം ക്ലൗഡ് മീറ്റിംഗ്സ് എന്നാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സൈൻ ഇൻ ചെയ്യുക. ജിമെയിൽ ഉള്ളവർക്കും ഫേസ്ബുക്ക് ഉള്ളവർക്കും ഇതിനകത്ത് ആ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിനകത്ത് അങ്ങനെ ഒരു ആരാധന നമുക്ക് പുതിയ ന്യൂ മീറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഷെഡ്യൂള് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. എങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂ മീറ്റിംഗ് നമ്മൾ ഈ ഷെഡ്യൂള് ഒരു ആരാധന നമുക്കെങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഡേറ്റ് ഞായറാഴ്ചത്തെ ഡേറ്റ് കൊടുക്കാവുന്നതാണ്. 5-ാം തീയതി ഇരുന്നു സെറ്റ് ചെയ്യുക. എത്ര മണി തൊട്ട് എത്ര മണി വരെ? 11 മണി തൊട്ട് 11:30 വരെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഇങ്ങനൊരു പാസ്വേഡ് നിങ്ങൾ നമ്മുടെ പേഴ്സണൽ ID, അതായത് ഇതും പാസ്വേഡും അവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വിശ്വാസികൾക്ക് 100 വരെ ഉള്ള വിശ്വാസ കുടുംബങ്ങളെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതായിരിക്കും. അവരുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഓണായിരിക്കണമെങ്കിൽ അത് നമുക്കുള്ള ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ ഒരു ഓപ്ഷൻ തയ്യാറാകുമ്പോൾ അത് നമ്മൾ ഡൺ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ഡൺ എന്നവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിലോട്ട് അവരുടെ ആ മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ച് അവിടെ കൊടുത്തേക്കും. മീറ്റിംഗ് ID അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്യുക. അതാണ് പാസ്വേഡ് നിങ്ങൾ ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യേണ്ട മീറ്റിംഗ്. ഇതിലെങ്ങനെ നമുക്ക് ആൾക്കാരെ അതിനകത്ത് കൊണ്ടുവരാമെന്നുള്ളത് ആഡ് ഇൻവൈറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മീറ്റിംഗ് സ്റ്റാർട്ടാവുന്നതാണ്. ആഡ് ഇൻവൈറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസികൾ അതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ജിമെയിൽ വഴി, മെസ്സഞ്ചർ വഴി, മെസ്സേജസ് വഴിയും. അവിടെ തന്നെ ക്ലിപ്പ് ബോർഡ് അതിനകത്ത് ആ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് കോപ്പി ടു ക്ലിപ്പ് ബോർഡിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് അവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പുതിയൊരു മീറ്റിംഗ് ഇപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യണം. 9 മണിക്ക് മീറ്റിംഗ് ആണ്. 9 മണിയായി എന്നിരിക്കട്ടെ. അപ്പോൾ ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മെയിൽ ID മാത്രം നമ്മൾ ചേർത്താൽ മതിയാകും. മെയിൽ ID എന്ന് ഉദ്ദേശിച്ച് യൂസ് പേഴ്സണൽ മീറ്റിംഗ് ID ഇതുവഴി നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് വരുന്നതായിരിക്കും. ഇവിടെ പല ഓപ്ഷനുകളാണുള്ളത്. മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സ്റ്റോപ്പ് വീഡിയോ. ഇതിനകത്ത് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഒന്നാമത്തെ നമുക്കൊരു ഫോട്ടോ കാണിക്കണമെങ്കിലോ ഒരു ഡോക്യുമെൻ്റ് കാണിക്കണമെങ്കിലോ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിൽ ചെന്ന് ഏത് ഫോട്ടോ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ നോട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റ് ഇതര കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് അനൗൺസ്മെൻറ്റ് നടത്തണമെങ്കിലോ ഇതൊക്കെ. പിന്നെ പാർട്ടിസിപ്പേറ്റ്സ് എന്ന് പറയുന്ന അവിടെ നമുക്ക് ഇപ്പോൾ എൻ്റെ ഹോസ്റ്റിൻ്റെ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് അനേകം പേരെ പാർട്ടിസിപ്പേറ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇൻവൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസികളുടെ കോൺടാക്ട്സ് വഴി സൂം കോൺടാക്ട്സ് വഴി നിങ്ങൾ സൂമായിട്ട് കോൺടാക്ട്സ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവൈറ്റ് സൂം കോൺടാക്ട്സ് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ സൂം കോൺടാക്ട്സിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. മ്യൂട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ അത് മ്യൂട്ട് ഓൾ കൊടുക്കുമ്പോൾ അതിനകത്ത് വേറെ ആർക്കും സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ശബ്ദങ്ങൾ അതിനകത്ത് വരത്തില്ല. അൺമ്യൂട്ട് ഓൾ കൊടുക്കുമ്പോൾ അത് മാറുന്നതായിരിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ
എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മീറ്റിംഗ് സെറ്റിംഗ് അത് ക്ലിക്ക് ചെയ്യുക. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ സൺഡേ വർഷിപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സൺഡേ വർഷിപ്പ് എന്ന അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക. ലോക്ക് മീറ്റിംഗ് അതായത് എന്ന് പറയുന്ന ഓപ്ഷൻ വെൻ എനേബിൾഡ് ന്യൂ പാർട്ടിസിപ്പൻറ്റ് കനോട്ട് ജോയിൻ. ഇത് ആരാണെങ്കിൽ താമസിച്ചു വന്നവർക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കയറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലോക്ക് ഷെയർ എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മ്യൂട്ട് എൻഡിങ് എന്ന് പറഞ്ഞാൽ അത് ഓണാക്കി വെച്ചാൽ ആരെങ്കിലും പുതുതായിട്ട് വരികയോ പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ ശബ്ദം ഉണ്ടാകത്തില്ല എന്നുള്ള ഓപ്ഷനുകളാണ് ഈ ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. തിരിച്ച് നമ്മുടെ വീഡിയോയിലോട്ട് മടങ്ങി വരാം. ഇനി ഈ പ്രോഗ്രാം എൻഡ് ചെയ്യണമെങ്കിൽ, ഈ ആരാധന എൻഡ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ലീവ് മീറ്റിംഗ്, രണ്ട് എൻഡ് മീറ്റിംഗ്. ലീവ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്താവുകയും നിങ്ങളുടെ വിശ്വാസികൾക്ക് വീണ്ടും അതിനകത്ത് സംവാദിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സമയമുണ്ട്. എൻഡ് മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ആരാധന അവസാനിച്ചു എന്നാണ് അർത്ഥം. സാധാരണയായിട്ട് ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുശലാന്വേഷണം ഷേക്കൻഡ് കൊടുക്കാറ് പതിവാണ്. അങ്ങനെയാണെങ്കിൽ ലീവ് മീറ്റിംഗ് ആയിരിക്കും ഏറ്റവും ഇതെന്ന് തോന്നുന്നു. അവർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അവർ സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഒരു ആത്മീയ കൂട്ടായ്മ അങ്ങനെ ആയി തീരട്ടെ എന്ന് ചെയ്യുക. ഞാനിവിടെ എൻഡ് മീറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇത് എങ്ങനെ മറ്റ് ആപ്പുകളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു? യൂട്യൂബ്, ഫേസ്ബുക്ക് വഴി ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് നേരിട്ട് അവരുമായിട്ട് സംസാരിക്കുവാൻ കഴിയും. പക്ഷേ വിശ്വാസികളുടെ പാർട്ടിസിപ്പൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു ആപ്പ് 100 അടുപ്പിച്ച് 100 വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ചേർത്ത് നമുക്ക് ഇത് നടത്താൻ കഴിയും. വാട്സപ്പ്, സ്കൈപ്പ്, മെസ്സഞ്ചർ തുടങ്ങിയ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു ആപ്പ് മീറ്റിംഗ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുക. ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തെ അതിജീവിച്ച് ആത്മീയമായിട്ട് വളരുവാനും നമ്മുടെ ആരാധനകൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.